പൊട്ടിയിട്ട് ഫോട്ടോഷൂട്ടൊന്നും നടത്താത്ത ഒരു മേയർ ഉണ്ടായിരുന്നു. തലസ്ഥാനത്തെ നഗരസഭാ ഭരണം അപ്പാടെ താളം തെറ്റിയ സന്ദർഭത്തിൽ ഇത്രയും കാലം സംഘികളെല്ലാം കൂടി ഇന്ന് ഭരണത്തിലിരുന്ന് വെറും മരവാഴകളാണെന്ന് തെളിയിച്ചു കഴിഞ്ഞ ഇതേ ആൾക്കാർ നേരത്തെ പ്രതിപക്ഷത്തിരുന്ന സന്ദർഭത്തിൽ കുറ്റപ്പെടുത്തിയ വ്യക്തി ആര്യ രാജേന്ദ്രൻ ഇന്നത്തെ നഗരത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണം എങ്ങനെയാണ് നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അവർ ഇരുന്ന കാലഘട്ടത്തിൽ തലസ്ഥാനത്ത് മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും വിളപ്പിൽശാല പോലൊരു പ്രദേശത്തേക്ക് മാലിന്യങ്ങൾ കയറ്റി അയച്ചിരുന്ന കാലത്തു നിന്നും ആ വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് നഗരം എത്തിയിരുന്നു. അതെങ്ങനെയെന്ന് നിങ്ങൾ ഇനിയൊന്ന് കേൾക്കണം. കാര്യം ഇന്നലകളിൽ വളഞ്ഞു നിന്ന് എന്തിനും ഏതിനും കുറ്റപ്പെടുത്തിയിരുന്നു. കാര്യം ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചു. ഫോട്ടോഷൂട്ടിനോ പുട്ടിയിട്ടുള്ള അഭിനയങ്ങൾക്കോ ഒന്നുമില്ലായിരുന്നു. കാര്യങ്ങൾ ഗൗരവതരമായി സംസാരിച്ച് വേണ്ടതുപോലെ ഇടപെട്ടിരുന്ന സന്ദർഭം. ഡീസെൻട്രലൈസ്ഡ് എന്നുള്ള നിലയിൽ വലിയ മാതൃകകൾ തീർത്തത് തിരുവനന്തപുരത്താണ് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നുണ്ട്. അത് കളക്ഷന്റെ കാര്യത്തിലാകട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആകട്ടെ, എങ്ങനെയാണ് നമ്മളത് ക്രമീകരിക്കുന്നതാകട്ടെ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമാണ്. ബയോ കമ്പോസ്റ്റർ ബിന്ന് വെച്ച് നമ്മളത് ക്രമീകരിക്കുന്നു. ഇപ്പോൾ ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടേഴ്സ് ഒരു കമ്മ്യൂണിറ്റി ലെവലിലേക്ക് വരുമ്പോൾ തുമ്പൂർ മൊഴിയിലേക്ക് അത് പോകുന്നു. ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടേഴ്സിലേക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ നോൺ ബയോ വേസ്റ്റുകൾ നമ്മൾ പ്രതി മാസം 1000 ടൺ വേസ്റ്റാണ് ഈ ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇതെല്ലാം പൊതു റോഡിൽ കിടക്കാം, അല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് വെച്ചേക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെയൊക്കെ ഒരു പൊതുവേ ഉള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് എന്റെ വീടും പരിസരവും ക്ലീൻ ആയിരിക്കണം എന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ഒരു ഫ്ലോ പോലെ നടന്നില്ലെങ്കിൽ നമുക്ക് വിസിബിളായി കാണാൻ കഴിയും. ഇന്ന് തിരുവനന്തപുരത്ത് അത്തരത്തിൽ ഒരു മാലിന്യ കൂമ്പാരം ഇല്ല എന്നുള്ളത് ഒരു ജനങ്ങൾക്കും കൂടി കൊടുക്കേണ്ട ഒരു ക്രെഡിറ്റ് ആണ്. അതിൽ വലിയ സംഭാവന ഹരിതകർമ്മസേനയ്ക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ കാണുന്നു. അതും ഈ സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും ആദ്യം ഹരിതകർമ്മസേന രൂപീകരിക്കുന്നത് തിരുവനന്തപുരത്താണ്. സംഘികളുടെ കാഴ്ചപ്പാടിലെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ സ്വന്തം പെരടത്തിലെ വാരി അപ്പുറത്തവന്റെ പെരടത്തിൽ ഇട്ടു കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട്. അതിപ്പോ തെരുവുനായ വിഷയം നിങ്ങൾ എടുത്തു നോക്കൂ. തെരുവുനായ വിഷയം 45 ദിവസത്തിനകം പരിഹരിച്ചോ? ഇല്ല. തെരുവ് നായ്ക്കളെ കുറച്ചെണ്ണത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് പഞ്ചായത്ത് അതിർത്തിയിൽ അങ്ങ് തള്ളിക്കൊടുത്തു. ഇവിടത്തെ അതായത് ഞങ്ങളുടെ കാലിലെ മന്തെടുത്ത് പഞ്ചായത്തിന്റെ കാലിൽ കൊണ്ടുവന്ന് വയ്ക്കുന്ന ആ വൈദഗ്ധ്യം ഇപ്പോ നഗരവാസികൾ അനുഭവിച്ചു തുടങ്ങി. നഗരവാസികൾ വേഴാമ്പലിനെ പോലെയായി വെള്ളം കിട്ടാൻ. മാലിന്യ പ്രശ്നം മൂക്ക് പിടിക്കാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥ. രാത്രിയായാൽ ആർഷഭാരത സംസ്കാരം പോലെ ചൂട്ടും കത്തിച്ച് നടക്കേണ്ട ഗതികേട്. ആ അവസ്ഥയിൽ എത്തുമ്പോൾ ഇന്നലകളിൽ നിരന്നു നിന്ന് കുറ്റം പറഞ്ഞ ഈ വാചകമടിക്കാരെ കുറിച്ച് നഗരവാസികൾക്ക് ചിന്തിക്കാവുന്നതാണ്. ഒരു ഉത്തരവാദിത്തത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ അവിടെ നാക്കല്ല പ്രവർത്തിക്കേണ്ടത്. നാക്കുകൊണ്ടുള്ള ഡയലോഗ് കൊണ്ട് നിങ്ങൾ ഒന്നും കാണേണ്ടതില്ല. നിങ്ങൾ പ്രവൃത്തിയിൽ എന്തൊക്കെ കഴിഞ്ഞ 5 വർഷത്തിന് മുന്നേ ഈ നാട്ടിൽ കണ്ടു. അതിനപ്പുറത്തേക്ക് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ നഗരത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? 4 മാസത്തോളമാകുന്നു. 4 മാസം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം ഓണറേറിയമായി കൈപ്പറ്റിയവരാണ് ഡെപ്യൂട്ടി മേയറും ഒക്കെ. അതിൽ ഡെപ്യൂട്ടി മേയർ നഗരസഭയുടെ കുറച്ചുകൂടി പണമെടുത്ത് പുട്ടിയടിച്ച് ഫോട്ടോഷൂട്ടിന് വേണ്ടി ക്യാമറാമാരെ നിയോഗിച്ച് രാവിലെ മുതൽ വൈകുന്നേരങ്ങളിൽ പല ലൊക്കേഷനിലുള്ള ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലായിരുന്നു. അങ്ങനെയുള്ള ഫോട്ടോഷൂട്ട് കൊണ്ട് നഗരത്തിന്റെ ജനങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ? പിന്നെ വീഡിയോയിലൂടെ നഗരസഭയുടെ ഡെപ്യൂട്ടി മേയർ ഒരു താരം തന്നെയാണ്. ആ വീഡിയോ കണ്ടിട്ട് ദാഹിക്കുന്നവർക്ക് വായിൽ വരുന്ന വെള്ളം കുടിച്ചിറക്കാം. അതിനപ്പുറത്തേക്ക് മറ്റൊരു ഗുണം ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനെ സംബന്ധിച്ചൊന്ന് വിശദീകരിക്കാം. 45 ദിവസം തരൂ, തലസ്ഥാനത്തെ അടിമുടി മാറ്റുമെന്ന് പറഞ്ഞു. മാറിയില്ലേ? ആറ്റുകാൽ പൊങ്കാല കുളമായില്ലേ? നഗരത്തിന്റെ മാലിന്യ സംസ്കരണം കുളമായില്ലേ? നഗരം ഇരുട്ടിലായില്ലേ? ഇനി എന്ത് മാറേണ്ടിയിരിക്കുന്നു? നഗരസഭയ്ക്ക് കരമടയ്ക്കുന്നവരാണ് ഈ നാട്ടിലെ മനുഷ്യർ. ആ കരം മേടിച്ചാണ് മേയർ സംഘവും എല്ലാം ഇപ്പോൾ ഈ ആഡംബരമായിട്ടുള്ള ഫോട്ടോഷൂട്ടുകൾക്കും ഉല്ലാസയാത്രകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലേക്ക് യാത്ര കഴിഞ്ഞ് ഇൻഡോർ ആക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. വല്ല ഗുണമോ മെച്ചമോ ഉണ്ടോ? ഇനിയെങ്കിലും പ്രിയപ്പെട്ട നാട്ടുകാരോടും മനുഷ്യരോടും പറയാനുള്ളത്, പ്രലോഭനങ്ങൾ മുന്നിൽ വയ്ക്കുന്നുണ്ടോ? നിങ്ങളെ ചാക്കിലാക്കാനാണ്. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള വാഗ്ദാനവുമായി ആര് മുന്നിൽ വരുന്നു, അത് ഏത് വ്യക്തിയും, നിങ്ങളുടെ മുന്നിൽ വരുന്ന ഏത് മണി ചെയിൻ തട്ടിപ്പുകാരനും നിങ്ങളെ ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷപ്രഭുവാക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒന്നും ഒരു മനുഷ്യനും ലക്ഷപ്രഭു ആയിട്ടില്ല.
അത് തിരിച്ചറിഞ്ഞാൽ നല്ലതാണ് സ്വന്തം ജീവിതത്തിലും. ഇതുപോലുള്ള പ്രലോഭന വാക്ക് കേട്ട് ഇന്ന് ആര് ദുരിതത്തിലായി? ഒന്നും ആയിട്ടില്ല. 5 വർഷം നിങ്ങൾ അനുഭവിച്ച് ചീട്ടും വാങ്ങിയതിന് ശേഷം കഴിവുകേട് എന്താണെന്ന് തിരിച്ചറിയുന്നതാണ് ഉചിതം.